ഇങ്ങനെ ഇടണം. കടുകെടുത്ത് ഇടുക. നമ്മൾ സേഫായിട്ട് മാറിയേക്കണം. ഇന്ന് എണ്ണയില്ല ഗൈസ്, അതുകൊണ്ട് തൽക്കാലം ഇത് യൂസ് ചെയ്യാം. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചില്ലി. ഈ വീഡിയോസ് ഫുള്ളും ഈ ബാച്ചിലേഴ്സ് അങ്ങനെയുള്ളവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മൾ സേമിയാണ് ചെയ്യാൻ പോകുന്നത്. ഉപ്പുമാവ്, കറക്റ്റായി പറയുകയാണെങ്കിൽ ഉപ്പുമാവ് എങ്ങനെ ചെയ്യാം അതാണ് നമ്മൾ ചെയ്യണം. ആക്ച്വലി ഞാൻ ചെയ്യുന്നതിലെല്ലാം പകുതി സാധനങ്ങൾ ഉണ്ടാവില്ല, പ്രോപ്പറായിട്ടുള്ള പേ ആയിരിക്കില്ല ഞാൻ ചെയ്യുന്നതൊന്നും. ഓക്കെ, ഇന്ന് എൻ്റെ അടുത്തുള്ളതെന്ന് വെച്ചാൽ അതിൽ ടൊമാറ്റോ ഉണ്ട്, ഒനിയൻ ഉണ്ട്, ഈ രണ്ടേ സാധനമുള്ളൂ. അത് പിന്നെ കടുക്, ഓയിൽ അങ്ങനെയുള്ള സാധനം, സാൾട്ട് അതെല്ലാം ഉണ്ട്. അല്ലാതെ ഇപ്പം നമുക്ക് വേറെ വെജിറ്റബിൾസ് ഇടുക, കുറച്ച് ഗാർണിഷ് ചെയ്യുക, അങ്ങനൊന്നും സാധനങ്ങളില്ല, കറിവേപ്പില അങ്ങനെ ഒന്നുമില്ല. സോ ഇങ്ങനെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം അതാണ്. ഓക്കെ, ഞാനിവിടെ തക്കാളിയും പിന്നെ ഒനിയനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ, ഒനിയൻ, ഉള്ളിയും തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എടുത്തിട്ടുണ്ട്, പക്ഷെ ഒരു തക്കാളി ഫുൾ എടുത്തു, കാരണം തക്കാളി കുറച്ച് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പാക്കറ്റ് ഒന്ന് കട്ട് ചെയ്ത് വെറുതെ വെക്കാൻ പോവാണ്. പിന്നെ അടുപ്പ് ഓൺ ചെയ്യാം. അടുപ്പ് ഓൺ ചെയ്ത് ഇത് ഓയിലാണ്. ഈ ഓയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് വെച്ചാൽ ഇത് ഞാൻ അതേ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. സോ ഇത് തലയ്ക്ക് തേക്കാൻ അല്ലെങ്കിൽ ബോഡിയിലൊക്കെ ഓയിൽ ബാത്ത് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഇപ്പം കുളിക്കാനൊക്കെ ആണെങ്കിൽ ഞാൻ ഇടയ്ക്ക് എനിക്ക് അലർജിയൊക്കെ വരുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് എണ്ണയില്ല ഗൈസ്, അതുകൊണ്ട് തൽക്കാലം ഇത് യൂസ് ചെയ്യാം. എണ്ണ കഴിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ സൈഡിലെങ്ങാണ്ട് ഇങ്ങനെ ആയെന്ന് വെച്ചാൽ ഇങ്ങനെ തുടച്ചിട്ട് ഞാനിങ്ങനെ തേക്കും. എന്നുവെച്ചാൽ വെളിയിലായ ഒരുമാതിരി ഹോട്ടലായിരിക്കും കണ്ടോ. എണ്ണ കാലിയാണ്, അപ്പം അത് വാങ്ങണം. ഓക്കെ, ഇതിങ്ങനെ എടുത്ത് വയ്ക്കാം. ഇതിൽ കടുകുണ്ട്, കുറച്ച് കടുകെടുത്ത് ഇടുക. നമ്മൾ സേഫായിട്ട് മാറിയേക്കണം. ഒനിയൻ ഇടണം. ഒരു പ്രാവശ്യം എനിക്ക് നല്ല മേലൊക്കെ പൊട്ടിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. മേലല്ല, നല്ലോണം പൊട്ടിട്ടുള്ള എൻ്റെ പൊട്ടിപ്പോയിരുന്നു. വടു കാണുന്നുണ്ടോ? കുക്കറിലും പെട്ടതാ, അറിയാതെ ഒന്നും കിട്ടിയതാ. കുക്കറിൽ നല്ലോണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര പെയിനൊക്കെ ഉണ്ടായിരുന്നു, ശുചി കുത്തുന്നത് പോലെ. ഇതൊന്ന് നന്നായിട്ട് ഇളകി കൊടുക്കാം. പച്ചമുളക് നമ്മുടെ കയ്യിലില്ല, മുളക് വേണം നിർബന്ധമില്ല. നമുക്ക് മുളകില്ലെങ്കിലും കറിയല്ലല്ലോ, മുളകില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. ഇത് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ സോൾട്ട് ചെയ്തിട്ട് സോൾട്ട് തീർന്നിരിക്കുക, അത് കൊട്ടണം. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. ഈ സോൾട്ട് ഇടുന്ന ടിന്നിൽ സോൾട്ട് കഴിയാറാകുമ്പോഴേക്കും അതിന് വേപ്പറൊക്കെ വന്നിട്ട് ആ സോൾട്ടിൽ വാട്ടറി ആയിട്ട് ഞാൻ വെക്കും. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. ഓക്കെ, ഞാനത് അത്രച്ച് മതി. ഞാനെന്ത് ചെയ്യുന്ന വെച്ചാൽ തീരുമ്പം അത് കഴുകിയിട്ട് തുടച്ച് വീണ്ടും ഫസ്റ്റ് മുതൽ ഫ്രഷായിട്ട് നിറച്ചിട്ട് വീണ്ടും അടച്ച്. ഇതുപോലത്തെ ടിന്ന് തന്നെയാണ്, ഇതുപോലത്തെ. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണേ. അത് അങ്ങനെ ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന്. പിന്നെ ടൊമാറ്റോ, ഒന്നും എനിക്ക് ആരും പറഞ്ഞൊന്നുമല്ല, താനേ കണ്ടുപിടിക്കുന്നതാണ്. ചില സമയത്ത് യൂട്യൂബ് നോക്കിയിട്ടൊക്കെ ചെയ്യാറുണ്ട്, കറിയൊക്കെ വയ്ക്കുമ്പോൾ യൂട്യൂബ് നോക്കാറുണ്ട്. ഇതൊക്കെ സ്വന്തം എക്സ്പെരിമെൻ്റ് ആണ്, സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്ന കുറേ സംഭവങ്ങളാണ്.
ഇത് പൊട്ടിയത് കാണുന്നുണ്ടോ? അതൊരു ദിവസം എന്ത് സംഭവിച്ചെന്ന് വെച്ചാല് ഫുഡ് വെച്ചിട്ട് തിളയ്ക്കാൻ വെച്ചിട്ട് പോയതാ. അപ്പോൾ ഒരു സൗണ്ട് കിട്ടും ഒരു പ്രാവശ്യം. അപ്പൊ തിരിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അപ്പൊ മനസ്സിലായില്ല എന്തിനാണ് സൗണ്ട് വന്നത്, എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ വേറൊരു ദിവസം ഇതുപോലെ ടവേന്ന് ഒരു സൗണ്ട് കിട്ടും. അപ്പൊ എന്താണെന്ന് നോക്കുമ്പോഴാണ് അപ്പോഴും മനസ്സിലായത് ചട്ടി പൊട്ടിയതിന്റെ സൗണ്ട്. സോ അതെന്താണെന്നറിയില്ല, ചൂട് കൂടിയിട്ടുണ്ട് തോന്നുന്നു, ക്രാക്ക് ആവുന്നത്. മേലെ ഭാഗം ഒറിജിനൽ അലുമിനിയം അല്ലാതെ ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. പിന്നെ നമുക്ക് നമ്മുടെ താൽക്കാലിക ആവശ്യത്തിന് ഇത് ധാരാളമാണ്. ഇത് നമുക്ക് വാട്ടർ ഒഴിക്കാം. ഇനി അടുത്ത കമന്റിൽ വരും പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യരുത്, ഹാംഫുൾ ആണ്. പ്ലീസ്, ഐ നോ ദാറ്റ്. പക്ഷെ എന്താ ചെയ്യാ, ഇപ്പോഴത്തെ ആവശ്യത്തിന് എനിക്ക് ഇതാണ് കിട്ടിയത്. ഗ്യാസ് ഇന്നേക്കോ നാളേക്കോ പറഞ്ഞിട്ടാണ് ഇരിക്കണം. ഞാൻ എപ്പോൾ വീഡിയോ കുക്കിംഗ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞിടാം. എപ്പോൾ ഞാൻ കുക്കിംഗ് ചെയ്താൽ ഗ്യാസ് തീരുമോ ആ ഒരു പേടി എനിക്ക് ഉണ്ടാവും. ഞാൻ പറയാറുണ്ട്, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ എന്തുകൊണ്ട് ആ സമയം തീരാൻ നേരത്തെ എനിക്ക് കുക്കിംഗ് ചെയ്യാനൊരു ത്വര വരുന്നതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഓക്കെ, സാൾട്ട് മതിയോ നോക്കട്ടെ. പോരാ, കുറച്ചുകൂടി സോൾട്ട് ഇടണം. പാടാ അതിൽ വീണാണെങ്കിലും കുറച്ച് സാൾട്ട് കൂടി നമുക്ക് കുറച്ചുകൂടി വെള്ളം വയ്ക്കാം. കുഴപ്പമില്ല, എങ്കിൽ കുറച്ചുകൂടി കുഴപ്പമില്ല കേട്ടോ. ബാക്കി ഞാൻ കുടിച്ചു. ഇപ്പൊ സമയം 12:27 ആയി. ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇപ്പൊ കഴിക്കാൻ പോണത്. രാവിലത്തെ ഫുഡാണ് ഇപ്പൊ കഴിക്കാൻ പോണത്. ഇത്ര നേരം കഴിച്ചിട്ടില്ല. ഇനി ഒരു 2 മണി 3 മണി ആകുമ്പോൾ ലഞ്ച് വെക്കും. കഴിക്കുമ്പോൾ ഒരു 4 മണിയാവും. 4 മണി ആ സമയം. അത് കഴിഞ്ഞെന്ന് വെച്ചാൽ ഇന്ന് സാധനങ്ങളൊന്നുമില്ല പറഞ്ഞില്ലായിരുന്നോ. സോ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കണം. ഇന്ന് ഏതാ ഡേറ്റ് എന്ന് വെച്ചാൽ ഇന്ന് February 2. ഓക്കെ, സാധനങ്ങൾ പോയി വാങ്ങിച്ച് വരണം. എന്നാലും നമുക്ക് നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് ലാവിഷായിട്ടൊരു കുക്കിംഗ് വീഡിയോ അത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഒരു സാമ്പാർ വീഡിയോ വെച്ചില്ലായിരുന്നു. അതെനിക്ക് അറിയത്തില്ലായിരുന്നു ഗൈസ്. മറ്റേ ഓയിലിൻ്റെ അത് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് നിറയെ മെസ്സേജസ് ആ ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല, അത് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്താ വിചാരിച്ചാൽ അത് കോക്കനട്ട് ഓയിൽ ആണല്ലോ, സോ ഇതിലും വെച്ചപ്പോൾ എന്ത് സംഭവിക്കാനാ അങ്ങനെ വിചാരിച്ചു. സോറി, അത് ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, ഇത് കോക്കനട്ട് ഓയിലാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ അല്ല, എന്തിനാ കുക്കിംഗ് ഓയിലില്ലേ, സൺഫ്ലവർ ഓയിൽ, അതാണ്. പിന്നെന്താ അതൊരു സംഭവം തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ സേമിയ അതിലിടും. ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ നിറയല്ല എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ സേമിയ ഉപ്മാ വയ്ക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ വീട്ടിലുള്ളവർ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ചെയ്യുമ്പോൾ നല്ലതല്ല. സോ തിളച്ചു ഞാൻ ഇതാണ്. പിന്നെ മിക്സ് ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റത്തില്ല. ഒരു മിനിറ്റ്. തക്കാളി ഇട്ടുകൊണ്ടാണ് ഈ ചുവപ്പ് കളർ ഇട്ടത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പച്ചമുളകും അങ്ങനെയൊക്കെ ഇട്ട്
പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ ഒരു വെള്ള കളറിലായിരിക്കും. മഞ്ഞപ്പൊടി ഇട്ടാൽ മഞ്ഞ കളറാവും. ഓക്കെ, ഇത് തക്കാളി നല്ല പഴുത്ത് നല്ല നിൽക്കുന്ന തക്കാളി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ ഓക്കെ, നമ്മുടെ സാധനം റെഡിയായി. സോറി, നമ്മുടെ ഉപ്പുമാ റെഡിയായി. ചെറുതായിട്ടൊന്ന് വറ്റിക്കും. ഞാൻ ഓഫ് ചെയ്ത് വെക്കും. എന്നിട്ട് ചൂടാറുന്ന സമയത്ത് അപ്പോൾ വിട്ട് 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 വരും. നന്നായിട്ടുണ്ടാവും. കഴിക്കാൻ തന്നെ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് തക്കാളി ഇഷ്ടമാട്ടോ. നിങ്ങൾക്ക് തക്കാളി ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. തിളയ്ക്കുന്നത് കണ്ടോ? കണ്ടോ 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 കണ്ണുണ്ടോ? ഇത് ഫുള്ളും ഞാൻ കഴിക്കില്ല കേട്ടോ ഒറ്റയടിക്ക്. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. അയ്യോ, ഒരു പാക്കറ്റ് ഫുള്ളെടുത്തോ? ഫുള്ള് പാക്കറ്റ് മാക്സിമം കഴിക്കാൻ പറ്റുന്ന കഴിക്കും. കുറച്ച് സമയം കൊടുത്ത് എന്താ പറയുക, കുറച്ച് സമയം കൊടുത്ത് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് കഴിക്കുക. സോ ഒറ്റയടിക്ക് കഴിക്കത്തില്ല. ഓക്കെ, നോട്ട് പോയിന്റ്. ഒറ്റയടിക്ക് കഴിച്ചിട്ട് ഞാൻ ആരായി? ഞാനൊരു ബാഹുബലി എന്ന് പറഞ്ഞ ഉപ്പായി. ഓക്കെ, ഇതിപ്പോൾ ഒരുവിധം ഇങ്ങനെ ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു ഇതിങ്ങനെ വെക്കും കുറച്ച് നേരം. ഇങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചൂടാറുമ്പോൾ കഴിക്കും. ഓക്കെ, ഇപ്പം എനിക്ക് കുറച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല എന്നല്ല, ആർഭാടമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇതിലിട്ടിട്ടില്ല. ഓക്കെ, കൊള്ളാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇച്ചിരി സോൾട്ട് കൂടിപ്പോയി. ഉപ്പ് ഇച്ചിരി കൂടുതലാണ്, ബട്ട് കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പറ്റും. ചൂടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ടിരിക്കുന്നത്. ചൂടാറിയെന്ന് വെച്ചാൽ നമുക്ക് ഓരോന്നോരും ഇങ്ങനെ പറിച്ചെടുക്കാം. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. ഇനി ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, സീ യു. ഫസ്റ്റ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇഫ് യു നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.